തലസ്ഥാനമായ തെല്ലവീവ് ഉൾപ്പെടെ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം. ഗ്രേറ്റർ തെല്ലവീവിൽ മിസൈൽ പതിച്ച് വ്യാപക നാശമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിലെ സൊറോക്ക ആശുപത്രിക്ക് മേലും മിസൈൽ പതിച്ചു. ആശുപത്രിയിൽ വിഷവാതകം പരന്നതായി സംശയമുണ്ട്. ബീർഷബയിൽ 4 കെട്ടിടങ്ങൾ തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാന് മുന്നിൽ ചർച്ചയുടെ വാതിൽ അടച്ചിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞു. അഫ്താബ് റഹ്മാൻ കൂടുതൽ വിവരങ്ങളുമായി. അഫ്താബ്, ഇതിന്റെ ഒരു മധ്യസ്ഥതയുടെ സമവായത്തിന്റെ ചർച്ചയുടെ സാധ്യത ഇപ്പോഴും ഓപ്പൺ ആണോ? നിഷാദ്, ഇന്നലെ രാത്രി അവസാനം ട്രംപ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചർച്ചയ്ക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അതേസമയം അദ്ദേഹം ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് കൃത്യമായി ആക്രമണം തുടരുവാനും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 സ്വഭാവത്തിലാണ് ട്രംപിന്റെ പ്രതികരണം ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ളത്. വൈറ്റ് ഹൌസിലേക്ക് ഇറാന്റെ പ്രതിനിധികളെ ചർച്ചയ്ക്കായി ക്ഷണിച്ചതായും US പ്രസിഡന്റ് നേരത്തെ പറഞ്ഞെങ്കിലും അത് ഇറാൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ രാത്രി ഒമാനിലേക്ക് 2 ഇറാൻ വിമാനങ്ങൾ ലാൻഡ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഇന്ന് രാവിലെ കനത്ത ആക്രമണമാണ് 2 കൂട്ടരും നടത്തുന്നത്. അല്പസമയം മുമ്പുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ അറാഖിലുള്ള അവരുടെ ആണവ റിയാക്ടറിനെ സഹായിക്കുന്ന വാട്ടർ റിയാക്ടർ ഫെസിലിറ്റിയിൽ അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ റേഡിയേഷൻ ലീക്കേജ് ഇല്ല എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇറാനിലെ സുരക്ഷാ ആസ്ഥാനത്തും ഇസ്രയേലിന്റെ ആക്രമണം നടന്നു. ഇതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ കനത്ത മിസൈൽ ആക്രമണം ഇറാൻ ജെറുസലേമിൽ തെൽ അവീവിൽ ഉൾപ്പെടെ ഇസ്രായേലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പരിക്കേറ്റവരുടെ എണ്ണം 50 കവിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിലെ പല ഭാഗങ്ങളിലും കെട്ടിടങ്ങളിൽ നേരിട്ട് ഇറാന്റെ മിസൈൽ പതിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേലിന്റെയും ഇറാന്റെയും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ എന്ന് പറയുന്നത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ശക്തി ക്ഷയിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മിസൈലുകളുടെ എണ്ണം അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് രാവിലെയും ഇറാൻ ഉപയോഗിച്ചതായാണ് ഇസ്രായേൽ സൈന്യത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. ഇവ ഇസ്രായേലിന്റെ വിവിധ കെട്ടിടങ്ങളിൽ നേരിട്ട് പതിച്ചു. പ്രത്യേകിച്ച് ഇസ്രായേലിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ അത് നേരിട്ട് പതിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ അവിടെയുള്ള സൊറോക്ക ആശുപത്രിയിൽ അത് നേരിട്ട് പതിച്ചു. എന്ന് വെച്ചാൽ ഗസയിൽ പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കുന്ന പ്രധാനപ്പെട്ട ആശുപത്രിയാണിത്. ഇവിടെ ആക്രമണം തൊട്ടു പിന്നാലെ ആശുപത്രിയിലുള്ള അവിടെയുള്ള വിഷവാതകം പരന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അതിന് പിന്നാലെ ഈ ആശുപത്രി ഇപ്പോൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈനിക ആശുപത്രിക്ക് മേലാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ തരത്തിൽ 2 കൂട്ടരും കനത്ത ആക്രമണം നടന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഇറാന്റെ ആക്രമണം ഏതാണ്ട് ഒരു ശോഷിച്ച അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ മട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞിരുന്നത് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഡിഫൻസ് സംവിധാനം പാളുന്നതായുള്ള അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനത്തിനുള്ള ശക്തി ക്ഷയിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ കനത്ത ആക്രമണം ഇറാനിലെ മിസൈൽ ലോഞ്ചറുകളിൽ, ഒപ്പം തന്നെ ഹെലികോപ്റ്ററുകൾക്ക് മേൽ, ഒപ്പം തന്നെ സൈനിക വിമാനങ്ങൾക്ക് മേൽ നടത്തിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ആക്രമണത്തിന്റെ ശക്തി കുറക്കുക എന്നുള്ളതാണ്. കാരണം പ്രതിരോധ സംവിധാനം ക്ഷയിക്കുമ്പോൾ അതൊരു പിന്നീടുള്ളൊരു വഴി എന്ന് പറയുന്നത് ആക്രമണം പരമാവധി നേരത്തെ തന്നെ പ്രതിരോധിച്ചു വെക്കുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത ആക്രമണം ഇറാനിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിലുള്ള ആക്രമണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ന് രാവിലെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വീണ്ടും അയച്ചിരിക്കുന്നു. അത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് വിവിധ കെട്ടിടങ്ങളിൽ പതിച്ചിരിക്കുന്നു. ചില കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിപ്പോൾ സംഭവിച്ചിട്ട് ഏതാണ്ട് 30 മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ. അതിന്റെ ഒരു പ്രത്യാഘാതം ഏത് തരത്തിലാണ് എന്നുള്ളത് വരും മിനിറ്റുകളിൽ മാത്രമായിരിക്കും. ഒരു പക്ഷേ കൂടുതൽ തീവ്രത എത്രമാത്രം ഉണ്ടായി എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. നിലവിലുള്ള കണക്കുകൾ പ്രകാരം ഇസ്രായേലിൽ നിന്നും ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഒരാളുടെ നില മാത്രമാണ് ഗുരുതരമെന്ന് പറയുന്നത്. പക്ഷേ ഈ കെട്ടിടങ്ങൾക്ക് താഴെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു സ്ഥിതി കൂടി അറിഞ്ഞാൽ മാത്രമേ ഇതിന്റെ പ്രത്യാഘാതം ഏത് തരത്തിലാണ് എന്നുള്ളത് പറയാൻ പറ്റുകയുള്ളൂ. സ്വാഭാവികമായിട്ടും ഇത്രയധികം കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്രായേലിലെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അവിടെ ഓരോ കെട്ടിടങ്ങളോട് ചേർന്ന് തന്നെ ഷെൽട്ടർ സംവിധാനങ്ങളുണ്ട്, പൊതുസ്ഥലങ്ങളിൽ ഷെൽട്ടർ സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഇത്രയധികം പരിക്കുകൾ ഇസ്രായേലിൽ ഏൽപ്പിക്കുവാൻ ഇറാന് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. ഏതായാലും ട്രംപ് വ്യക്തമാക്കുന്നത് ഒരു കാര്യമാണ്, അതായത് ഒരാഴ്ചക്ക് കൂടിയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഇസ്രായേലിന്റെ കൈവശമുള്ളൂ. എന്ന് വെച്ചാൽ അയൺ ഡോമിലേക്കുള്ള സംവിധാനങ്ങളെ ഇസ്രായേലിന്റെ കൈവശമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവർക്ക് കൂടുതൽ പ്രതിരോധ
സംവിധാനങ്ങൾ എത്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനകത്ത് ഇറാനിൽ കനത്ത ആക്രമണം സൃഷ്ടിക്കേണ്ടി വരും. പക്ഷേ കഴിഞ്ഞ ദിവസം പോലും US-ലുള്ള ആംഡ് അസോസിയേഷനുകൾ ട്രംപിനെ മുന്നറിയിപ്പ് നൽകുന്നത് ആക്രമണം കൊണ്ട് ആണവായുധ നിർമ്മാണത്തിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ അറിവുകളുണ്ട്. ഇപ്പോൾ ആക്രമണം നടത്തി അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പോലും വീണ്ടും അതിവേഗത്തിൽ വികസിപ്പിച്ചെടുക്കാൻ ഇറാന് സാധിക്കും. അതുകൊണ്ട് നയതന്ത്ര വഴിയിലൂടെ അല്ലാതെ ഇറാനെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് ഈ ഒരു സമയത്ത് യുദ്ധത്തിലൂടെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം മണ്ടത്തരമായിരിക്കുമെന്ന് ട്രംപിന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഇതെല്ലാം ആയിരിക്കാം ട്രംപ് വീണ്ടും ഒരു സമവായത്തിന്റെ സാധ്യതകൾ, ചർച്ചയുടെ സാധ്യതകൾ എന്നുള്ള ധ്വനിയിൽ സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആദ്യമുള്ള സംസാരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്